അങ്ങനെ ഓണവിഭവങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനും അതേപോലെ ദഹനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കറിയും കൂടിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കടുകും വറ്റൽമുളകും പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ അരച്ചെടുത്തതോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. നിങ്ങൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഞാൻ ഇവിടെ ഇഞ്ചി ഇത്തിരി കൂട്ടിയാണ് ഇട്ട് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് പിന്നെയും ഉപ്പിട്ട് വഴറ്റി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇഞ്ചിയെല്ലാം വഴന്ന് കഴിയുമ്പോൾ ഒരു നെല്ലിക്ക കഷ്ണത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കരയും പിന്നെ കായവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി റെഡിയായി. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് നല്ല ആയിട്ട് കുഴമ്പൻ പാകത്തിന് വറ്റി വെള്ളമൊക്കെ വറ്റി കുറുകി വരണം. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതേപോലെ ഓണസദ്യ വിഭവങ്ങൾ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് നോക്കിയേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.